ആഫ്രിക്കയിൽ മാത്രം കണ്ടുവരുന്ന ക്വാള എന്ന് പറയുന്ന ഒരു ജീവിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ദിവസത്തിൽ 20 മണിക്കൂറും ഉറങ്ങും, ഉണർന്നിരിക്കുന്ന 4 മണിക്കൂറും ഇതുപോലെ തിന്നുകൊണ്ടും ഇരിക്കും എന്നാണ് ഗൈഡ് നമ്മളോട് പറഞ്ഞത്. പിന്നെ ഇതിനെ തൊടാൻ പാടില്ല, ഇതിൻ്റെ ശരീരത്ത് ഒത്തിരി രോഗാണുക്കളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇഷ്ടഭക്ഷണം യൂക്കാലിപ്റ്റസ് ആണ്. യൂക്കാലിപ്റ്റസ് ഇങ്ങനെ മരത്തിലിങ്ങനെ കൊണ്ടവെട്ടി വെച്ചിരിക്കുകയാണ്, അതിന് ഫ്രഷായിട്ട് കഴിക്കാറുണ്ട്. ഉറങ്ങുന്ന മറ്റൊരു ക്വാള. ആർച്ചർ ഫിഷ് എന്ന് പറയുന്ന മത്സ്യങ്ങളാണ് ഇവ. മുകളിലുള്ള മരക്കൊമ്പിൽ വന്നിരിക്കുന്ന പൂച്ചികളെ വെള്ളം ചീറ്റിച്ച് വെള്ളത്തിൽ വീഴ്ത്തി തിന്നുന്നതാണ് ഇതിൻ്റെ രീതി. കരയാമേ കരയാമേ കരയാമേ. Down here, down here. ക്വാള എന്ന് പറയുന്ന ജീവിയെ കയ്യിലെടുക്കാൻ പാടില്ല. അതുകൊണ്ട് അത് ഇരിക്കുന്ന മരത്തിനടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കാനാണ് ആൾക്കാർ ശ്രമിക്കുന്നത്. ഇങ്ങനെ ആൾക്കാരെ 1-2 പേരെ വീട് അടുത്ത് കയറ്റി മരത്തിനടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇറങ്ങിപ്പോരുമ്പോൾ ഫോട്ടോയുടെ ഒരു പകർപ്പ് നമുക്ക് ഫോണിൽ തരുന്നതായിരിക്കും. ഇതെടുക്കാനായിട്ട് നല്ലൊരു ക്യൂ ഉണ്ട്. ഇത് ചേർന്നോ വേണ്ടത് ഞങ്ങളിങ്ങനെ ഇപ്പോഴും ആലോചിക്കുന്നേ ഉള്ളൂ. വീഡിയോ എടുത്ത് കസോവാരി എന്ന് പറയുന്ന പക്ഷിയാണ് ഇത്. എമുവിൻ്റെ കുടുംബത്തിൽപ്പെട്ടത്. ലെയ്സ് മോണിറ്റർ എന്ന് പറയുന്ന ഉരകത്ത് വർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ് ഈ കാണുന്നത്. അവൻ്റെ കസിനായിട്ടുള്ള മറ്റൊരു ഉരകജീവി പെരുമ്പാമ്പ് വർഗത്തിൽപ്പെട്ട സ്ക്രബ് പൈത്തൺ, അതായത് കുറ്റിച്ചെടിയിൽ വളരുന്ന പെരുമ്പാമ്പ്. ഓസ്ട്രേലിയയിൽ ഏറ്റവും സുലഭമായി കാണുന്ന കോമൺ ഡെത്ത് അഡർ എന്ന് പറയുന്ന വിഷപ്പാമ്പാണ് ഇത്. ഡയമണ്ട് പൈത്തൺ എന്ന പെരുമ്പാമ്പ്. ഓന്ത് വർഗത്തിൽപ്പെട്ട ചില കൂട്ടുകാർ ഇവിടെ ഇരുന്ന് വിശ്രമിക്കുന്നു. അവൻ്റെ വലിയ ചേട്ടനാണെന്ന് തോന്നുന്നു. അപ്പുറത്തെ കൂട്ടി പ്രത്യേകം ഇട്ടേക്കുന്നു. മറ്റ് മൃഗശാലകളിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഇഴജന്തു. റഫ് സ്കെയിൽഡ് പൈത്തൺ, അതായത് ചിതമ്പൽ പുറമുള്ള മലമ്പാമ്പ് എന്ന് കാണുന്നത് മലയാളത്തിൽ തർജ്ജമ ചെയ്യാം. ഏദൻ തോട്ടത്തിൽ നിന്നും പുറപ്പെട്ടു പോയ മരപ്പാമ്പ്. പച്ച നിറത്തിലുള്ള മരത്തവള. സൂക്ഷിച്ചു നോക്കിയാൽ മരക്കമ്പ് പോലെ ഇരിക്കുന്ന ഒരു ജീവിയെ ഇവിടെ കാണാം. ഇതാണ് ജീവി, മരക്കമ്പ് പോലെ ഇരിക്കുന്നു. അതിൻ്റെ വർഗത്തിൽപ്പെട്ട ബ്രൗൺ കളറിലുള്ള ഒരു ജീവി.
അഗെയിൻ മരത്തിനകത്തിരുന്നാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പാടും. ഇനി തവളകളെ കണ്ടിട്ടില്ല എന്ന് ആരും പരാതി പറയരുത്. ഇതായിരിക്കുന്നു ഒരു സമ്മേളനം. ഗെക്കോ എന്ന് പറയുന്ന ജീവിയാണ് ഈ ഇരിക്കുന്നത് കമ്പിൻ്റെ മുകളിൽ. ലോങ് നോസ്ഡ് ഓട്ടോരൂ എന്ന് പറയുന്ന എലിയെ പോലെ ഇരിക്കുന്ന ഒരു ജീവിയാണ്. അനങ്ങുന്നത് കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കണ്ടല്ലോ. ഇനി കണ്ടില്ല എന്ന് പറയരുത്. അതെ, ഇതിൻ്റെ ബോർഡ് കണ്ടോ? ഇതാണ് സാധനം. കോമൺ റിംഗ് ടെയിൽ പോസം. ഇതിൻ്റെ വാല് കണ്ടോ വെളുത്തിരിക്കുന്നത്? കണ്ടോ? കൊള്ളാം, നല്ല സാധനം. വോംബാറ്റ് എന്ന് പറയുന്ന ജീവിയാണിത്. ഈ ഇരുട്ടത്ത് മാറി കിടക്കുന്നത് കൊണ്ട് അതിൻ്റെ തല വ്യക്തമായിട്ട് കാണുന്നില്ല. ഇത് അപ്പുറത്തെ വശത്ത് വ്യക്തമായിട്ട് കാണാൻ തോന്നി. ഗുഹയിൽ കൂടെ അത് അപ്പുറത്ത് പോകുമ്പോൾ കാണാം നല്ലപോലെ. നമ്മുടെ മരപ്പട്ടി പോലത്തെ ഒരു ജീവിയാണ് മരത്തിൻ്റെ മണ്ടയിൽ കയറിയിരിക്കുന്നത്. ഇതിൻ്റെ പേര് സ്ക്വിരൽ ഗ്ലൈഡർ. പറക്കുന്ന അണ്ണാൻ. കാണാൻ വയ്യ, അങ്ങോട്ട് തിരിഞ്ഞിരിക്കാം. ഡേയ് ഇങ്ങോട്ട് നോക്ക്.